രാജേന്ദ്രൻ മന്ദള സാർ, നമസ്കാരം. നമസ്തേ. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു നടിയെ ആക്രമിക്കപ്പെട്ട ഒരു വിഷയം. ആരും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത പെട്ടെന്ന് കാതുകളിലേക്ക് എത്തി. മലയാളത്തിലെ പ്രമുഖയായ ഒരു നടി തെരുവിൽ ആക്രമിക്കപ്പെട്ടു. അവരെ ഒരു വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിച്ച് ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ബലാത്സംഗത്തിൻ്റെ ഒരു റിഹേഴ്സൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന, അല്ലെങ്കിൽ ഒരു ടേക്ക് തന്നെ നടത്തിയ ഒരു സംഭവമാണത്, അല്ലേ? അതെ. നടിയുടെ പേര് നമ്മൾ പറയുന്നില്ലല്ലോ, അതുകൊണ്ട് പറയാം, സത്യമായിട്ട് പറയാം. അതാണ് അതിൻ്റെ കേസ്. അതെ. ആ കേസ് തെളിയിക്കപ്പെടുമെന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. 24 മണിക്കൂർ ഏതാനും മണിക്കൂറുകൾക്കകം അതിൻ്റെ മറനീക്കി പുറത്തു വരും. മലയാളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മലയാളത്തിലെ ജനപ്രിയ നായകനായ ദിലീപാണ് ഇതിൽ 8ാം പ്രതി. 1ാം പ്രതി, 2ാം പ്രതിയും 3ാം പ്രതിയും ഒക്കെ അവരുടെ മൊഴികളിൽ നിന്നാണ് 8ാം പ്രതിയിലേക്ക് എത്തിച്ചേർന്നത്. 8ാം പ്രതിയിലേക്ക് എത്തിച്ചേരുകയും 8ാം പ്രതിയുടെ ആദ്യ ഭാര്യ മലയാള സിനിമാ കൂട്ടായ്മ നേതൃത്വം നൽകിയ ഒരു മീറ്റിംഗിൽ വെച്ച് ഒരു ആരോപണം ഉന്നയിക്കുകയും ഈ കേസിന് പിന്നിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ഗൂഢാലോചനയുണ്ടെന്നും ആരോപിച്ചതോടുകൂടിയാണ് ഈ കേസിന്റെ വഴിത്തിരിവ് വന്നത്. 8ാം പ്രതിയായി ദിലീപ് പ്രതി ചേർക്കപ്പെട്ടു, ജയിലിൽ അടയ്ക്കപ്പെട്ടു. മലയാള സിനിമയിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊക്കെ ശേഷം മലയാള സിനിമ അടക്കി വാണുകൊണ്ട് ജനപ്രിയ നായകൻ എന്ന ലേബലിൽ ഉയർന്നു വന്ന ഒരു താരമാണ്. സാധാരണ നിലയിൽ സഹസംവിധായകനായി വന്ന് കമൽ സാറിനൊപ്പം സഹസംവിധായകനായി വന്ന് മുന്നോട്ട് വരികയും ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ എത്തി സല്ലാപം എന്ന സിനിമയിൽ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു വേഷം ചെയ്ത് പിന്നീട് അങ്ങോട്ട് മീശമാധവൻ എത്തിയപ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ ഒരു കള്ളനായി, കഥാപാത്രത്തെയാണ് ഞാൻ കള്ളൻ എന്ന് ഉദ്ദേശിച്ചത്, മലയാള മനസ്സിൽ നിറഞ്ഞു നിന്ന ഒരു താരം തന്നെയാണ് മാധവനല്ലേ, കള്ളൻ മാധവൻ. അങ്ങനെ നിൽക്കുകയും മലയാളികളുടെ പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്ത് അദ്ദേഹം അവതരിപ്പിച്ച ഓരോ കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങളെ മലയാളികൾ നെഞ്ചേറ്റി. അതോടൊപ്പം തങ്ങളുടെ വീട്ടിലെ ഒരാളായി, തങ്ങളുടെ ഏട്ടനായി, അങ്ങനെ ദിലീപ് ഏട്ടനായി കൊണ്ടുവന്ന് ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു പ്രശ്നം വരുന്നത്. മലയാള സിനിമ ഒന്നടങ്കം കൈവിട്ടു. അമ്മ എന്ന സംഘടനയിൽ നിന്ന് പുറത്താക്കി, സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറത്താക്കി. മലയാള സിനിമയുടെ സർവ്വ മേഖലകളിലും ആധിപത്യം സ്ഥാപിച്ച ഒരാളാണ്. എന്തിനേറെ പറയുന്നു, വ്യാജ CD-കൾ ഇറക്കി മലയാള സിനിമയെ നശിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് പൈറസി വളരെ പ്രശ്നമായി വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സ്വന്തമായ ഒരു ടീമിനെ ഉണ്ടാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശങ്ങളിലൊക്കെ ഇതിന് ഒരു തടയിടാൻ ആദ്യം ഇറങ്ങിയതും ദിലീപ് തന്നെയാണ്. പിന്നീട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ജയിൽവാസത്തിന് ശേഷം പിന്നീട് വന്ന സിനിമകൾ ഓരോന്നോരോന്നായി പരാജയപ്പെടുകയായിരുന്നു. അത് രാമരാജ്യം ആ സമയത്ത് വന്നതല്ലേ, രാമരാജ്യം, ആ സിനിമ അത്യാവശ്യം ഓടി. രാമലീല എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം, രാമലീല എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം തിയേറ്ററുകളിൽ ഓടുകയും വിജയമാവുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വന്ന റാഫി ബന്ദിനെ നിർമ്മിച്ച തങ്കമണി ഉൾപ്പെടെയുള്ള സിനിമകൾ തിയേറ്ററിൽ വളരെ വലിയ പരാജയമായിരുന്നു. അത് പരാജയപ്പെട്ടതാണോ പരാജയപ്പെടുത്തിയതാണോ എന്നും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ദിലീപ് നായകനായി വരുന്ന സിനിമകൾ തിയേറ്ററിൽ എത്തുമ്പോൾ അതിൻ്റെ ഒരു ദിവസം മുമ്പ് തിയേറ്ററിൽ സിനിമ റിലീസാകുന്നതിന് മുമ്പ് ഇതിൻ്റെ റിവ്യൂ വന്നു തുടങ്ങും. സിനിമ കൊള്ളില്ല, സിനിമ ഒട്ടും ഗുണകരമല്ല, മലയാളികൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നതല്ല എന്ന തരത്തിലുള്ള റിവ്യൂകൾ വന്ന് തിയേറ്ററിൽ ആള് കയറാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഒരുപാട് സിനിമകൾക്ക്, നിരവധി സിനിമകൾ നല്ല, അതിൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഞാൻ കണ്ട സിനിമയാണ്. മനോഹരമായ ചിത്രമാണ്. പക്ഷേ തിയേറ്ററിൽ ആളുകൾ കയറാൻ മടിച്ചു. ഏട്ടനായി കരുതിയിരുന്ന, സഹോദരനായി കരുതിയിരുന്ന, വീട്ടിലൊരാളായി കരുതിയിരുന്ന നടൻ ദിലീപ് പതിയെ 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 പിന്നിലേക്ക്. ഇതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും സാറേ? കാരണം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ പൈറസി മൂലം പല സിനിമകളും ഇമ്പാക്റ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് റിവ്യൂ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സായിട്ട് മാറിയിട്ടുണ്ട്. സിനിമ കാണാതെ തന്നെ അതിൻ്റെ റിവ്യൂ എഴുതി നശിപ്പിക്കുക, സിനിമയുടെ ഇന്റർവെൽ ആകുന്നതിന് മുമ്പ് തന്നെ സിനിമയുടെ റിവ്യൂ തരുന്ന അപഭ്രംശം ഈ നമ്മുടെ അപ്രപാളികളെ ഏറെക്കാലമായിട്ട് ബാധിച്ചിട്ടുള്ള ഒന്നാണ്. ഇതിനെതിരെ പലരും പറയുന്നു. പക്ഷേ ധീരമായ ഒരു ചുവടുവെപ്പ് വീഡിയോ പൈറസിയുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത് ദിലീപ് മാത്രമായിരുന്നു, അതെല്ലാം സമ്മതിച്ചുകൊണ്ട് തന്നെ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ വൻ വിജയങ്ങളായിട്ടും ഹിറ്റുകളായിട്ടും മാറിയ സമയത്ത് ഇദ്ദേഹത്തിനൊരു തലക്കനം വന്നു. അതെനിക്ക് തോന്നുന്ന രാഹുൽ ഈശ്വർ ഈ അന്തിച്ചർച്ചകളിലിരുന്ന് നേടിയ ആ ഒരു മുൻഗണനയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്തുണ്ടായ അഹങ്കാരം പോലെ
ഒരഹങ്കാരം ഇദ്ദേഹത്തിന് ഉണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടല്ലോ, പട്ടിണി കിടന്ന് കോടതിയോടെ മാപ്പും പറഞ്ഞിട്ട് ആഹാരം കിട്ടണമെങ്കിൽ മാപ്പ് പറയണമെന്ന അവസ്ഥയിലേക്ക് ഇനി ജാമ്യം കിട്ടണമെങ്കിൽ ഇപ്പോൾ അച്ചടക്കം പഠിച്ചല്ലോ. ആരാധകരൊക്കെ ഇന്ന് ഇവിടെ ഒറ്റ ആരാധകനുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്? അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അതൊരു ആരാധികയാണ്, ദീപ രാഹുൽ ഈശ്വർ മാത്രമുണ്ടല്ലേ. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനിയെങ്കിലും അന്തിച്ചർച്ചയിൽ ഈ സിനിമാ താരം ദിലീപിന് വേണ്ടി ആദ്യ സമയങ്ങളിൽ ഇത്തരത്തിലൊരു കേസ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഓർമ്മയുണ്ട്. അന്തിച്ചർച്ചകളിലൊക്കെ രാഹുൽ ഈശ്വർ അത് ഒരു പെയ്ഡ് ആയിട്ടാണ് എന്നൊരു ആരോപണവും വരുന്നുണ്ട്. കാരണം രാഹുൽ ഈശ്വർ ബന്ധപ്പെട്ടുള്ള പല കേസുകളിലും സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും രാഹുൽ ഈശ്വർ വാദിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികൾ ഒരു കേസിൽ പെടുമ്പോൾ, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ പോലും രാഹുൽ ഈശ്വർ ആണ് വന്ന് മുന്നോട്ട് നിന്ന് വാദിക്കുന്നത്. അത്തരത്തിൽ വാദിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സംശയം ഉണ്ടാകാം, രാഹുൽ ഈശ്വർ നമുക്ക് രാഹുൽ ഈശ്വറിന്റെ പ്രത്യേകം ചർച്ച ചെയ്യാം. നമ്മളിപ്പോൾ ഈ ദിലീപിന്റെ കാര്യത്തിലേക്ക് വന്നാൽ രാഹുൽ ഈശ്വറിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഈ ട്രയാങ്കുലർ റൗ എന്നൊക്കെ പറഞ്ഞാൽ സിനിമയുടെ പ്രമേയങ്ങളിലുണ്ട്, അതുപോലെ നോവലുകളിലൂടെ ഒരു സംഭവം ഉണ്ടല്ലോ, ത്രികോണപ്രേമം. അങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായി. രാഹുൽ ഈശ്വർ നമ്മുടെ ദിലീപ് കല്യാണം കഴിച്ചിരിക്കുന്ന വ്യക്തി, ആ സ്ത്രീയോട് ദിലീപിന് വേറെ ബന്ധമുണ്ടെന്ന് കരുതുന്ന ഒരു സ്ത്രീയുടേതായിട്ടുള്ള അപവാദങ്ങളും നുണകളും ധാരാളമായിട്ട് പ്രചരിക്കാൻ തുടങ്ങി. അവരുടെ കുടുംബ ബന്ധത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അതിനൊരു പ്രചാരണമുണ്ടായി. അങ്ങനെയൊന്ന് സംഭവിച്ചു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ് ആരെ പോലെ ആകണം ഈ പ്രണയിക്കുന്നവരുണ്ടല്ലോ, ക്യാമ്പസുകളിലും സ്കൂളുകളിലൊക്കെ പ്രണയം, അന്നത്തെ ഗ്രാമീണ പ്രണയങ്ങളിൽ ആരെ പോലെ ആകണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ദിലീപിനെയും മഞ്ജു വാര്യരെയും പോലെ ആകണമെന്ന് പറഞ്ഞിരുന്ന ഒരു പറയുമല്ലേ. ദിലീപ് കാവ്യ എന്ന് വന്നിട്ടില്ലെന്ന്, ദിലീപ് മഞ്ജു വാര്യരാണ്. ഞങ്ങൾക്ക് ദിലീപ് ആകണം, ഞങ്ങൾക്ക് മഞ്ജു വാര്യരാകണം എന്ന് പറഞ്ഞിരുന്ന ഒരു തലമുറയുടെ ഭാഗമായി വന്ന ആളാണ് ഞാൻ. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ, അത് അറിഞ്ഞോ അറിയാതെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് സാധാരണക്കാരായ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ടതുകൊണ്ട് ഞാൻ ഒരു പെട്ടെന്ന് ഇടപെടുകയാണ്. അതായത് സാറേ, നാളെ കേസിന്റെ വിധി ഇമ്പാക്ട്, അതാണ് നമ്മുടെ വിഷയം. സംഭവിക്കും. അതെ, കേരളം മുഴുവൻ കാത്തിരിക്കുന്നു. ഒരു ചുക്കും ഞാൻ പറയുന്നു, ഒരു ചുക്കും സംഭവിക്കില്ല. ഇതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ ഒരു ചുക്കും സംഭവിക്കാൻ പറ്റില്ല. കാരണം എന്താ? രാഹുൽ ഈശ്വറിനെ കണ്ടില്ലേ, ഒരുപാട് ആരാധകരുള്ള, എവിടെ ഇന്ന് ആരാധനാ വിഗ്രഹമായിരുന്നു അദ്ദേഹം, എവിടെ ഇന്ന്. അതുപോലെ തന്നെയാണ് ദിലീപ്, അദ്ദേഹത്തിന്റെ പറയട്ടെ, സിനിമയുടെ പോപ്പുലാരിറ്റിയുടെ ജെനിത്തിൽ നിൽക്കുന്ന സമയത്താണ് ധൈര്യപൂർവ്വം അന്നത്തെ DGP സന്ധ്യ അദ്ദേഹത്തെ പോയി അറസ്റ്റ് ചെയ്ത് പ്രതിയാണെന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോയി കേരളം. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് ധാരാളം അന്തിച്ചർച്ചകൾ അപ്പോൾ ലൈവായിട്ട് നടക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് സന്ധ്യ ധീരമായിട്ട് പോയി അയാളെ അറസ്റ്റ് ചെയ്ത് അയാളെ പിടിച്ച് ജയിലിലിട്ടത്. മനസ്സിലായോ എന്ത് സംഭവിച്ചു ഇവിടെ? എന്ത് സംഭവിച്ചു? തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോഴും കുറ്റവാളിയെന്ന് ഞാൻ പറയുന്നില്ല, കുറ്റാരോപിതൻ പറയുന്നുള്ളൂ. പക്ഷേ വിധി വരുമ്പോൾ അതിനു മുമ്പ് വേറൊരു മനഃശാസ്ത്രം സംഭവിച്ചു ആൻഡേഴ്സൺ, അതോർക്കണം. അതായത് മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹം ഒരു കത്ത് എഴുതിയിട്ടുണ്ട്, അത് പബ്ലിക് ഡൊമൈനിലുണ്ട്. ഇപ്പോൾ ആ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: എനിക്ക് ടെൻഷൻ കൊണ്ട് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. അത് CBI അന്വേഷണം ആവശ്യപ്പെട്ടല്ലേ സാർ ഒരു ലെറ്റർ എഴുതിയത്? അല്ലല്ല, CBI അല്ല, ധാരാളം അല്ലല്ല, അതിൻ്റെ കാര്യമേ അല്ല. സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ ഒരുപാട് പരാമർശങ്ങൾ വരുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇദ്ദേഹം നമുക്ക് അറിയാവുന്നതുപോലെ നമ്മൾ പരിണാമഗുപ്തിയായിട്ടിരിക്കുന്ന സസ്പെൻസ് ഇടതുപക്ഷ സഹയാത്രിയായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഓരം ചേർന്ന്, പാർട്ടിക്കാരനാണെന്നല്ല ഞാൻ പറയുന്നത്, മെമ്പറാണെന്നോ, ഇടതുപക്ഷത്തിന്റെ ഓരം ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇടതുപക്ഷത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള കോൺഗ്രസ് നേതാക്കളാണ്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള MLA-മാർ എപ്പോഴും ചുറ്റുമുണ്ടായിരുന്നു. ക്യാമ്പസ് കാലങ്ങളിൽ താരങ്ങളോടൊപ്പം പലരും കാണും. പക്ഷേ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലത്ത് കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഭാഗമായിരുന്നു എന്ന് കേട്ടു. അതാണ് ആൻഡേഴ്സനെ ഞാൻ പറയുന്നത്. സന്ധ്യ ഇയാളെ അറസ്റ്റ് ചെയ്യുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. കാരണം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇദ്ദേഹം ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നൊരു വിചാരമേ ഉണ്ടായിരുന്നില്ല. അതാണ് ഒരു ഞെട്ടലുണ്ടാക്കും. ആ ഞെട്ടൽ പോലും ഉണ്ടായില്ലെന്ന് ഞാനീ പറയുന്നത്. ഏത് പാർട്ടി ആയിക്കോട്ടെ, പാർട്ടിയല്ല പ്രശ്നം, കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അത് കോടതി തീരുമാനിക്കും. ഇതിപ്പോൾ ആ കേസ് കൊണ്ട് തീരുമാനം തോന്നില്ല, വീണ്ടും അപ്പീൽ പോകാനുള്ള അവസരം കിട്ടുമായിരിക്കും. എന്തായാലും ഇത് ഞാൻ പറയുന്നത്, കേരളത്തിൽ
ഇപ്പോൾ പ്രേം നസീർ വന്നിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതല്ലേ, പ്രേം നസീർ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി തോറ്റു തൊപ്പിയിട്ടില്ല, എറണാകുളത്ത് തന്നെ അത് നടന്നത് എന്ന് പറയുന്ന പോലെ താരങ്ങളെ നമ്മൾ താരങ്ങളായിട്ട് സ്ക്രീനിൽ കാണും, കൈയടിക്കും, അവരുടെ ആരാധകരായിട്ട് വ്യക്തി ജീവിതത്തിലുള്ള ഇത് അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറാതിരിക്കുന്നതല്ലേ സാർ നല്ലത്? ആ സ്വകാര്യ പക്ഷെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തെറ്റാണ്. സ്വകാര്യ ജീവിതത്തിലെ പാരവെപ്പായിട്ട് ചെയ്യുന്നത് ശരിയല്ല. അത്തരത്തിലുണ്ടായ ഒരു വിഷയമായിരിക്കണമല്ലോ അത് അശാന്തിയിലേക്ക് അവസ്ഥയിലേക്ക് നയിച്ചത്. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നയിക്കാൻ പാടില്ല. നേരിട്ട് പറയുക, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, നേരിട്ട് പറയുക. എന്തിനാ നാടകങ്ങൾ കളിക്കുന്നത്? അത് ഇങ്ങനെയാണ്, ഒരു സ്ത്രീയോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. എന്തായാലും അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്ന നമ്മുടെ നിയമത്തിൽ, ആ നിയമത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയട്ടെ, നാളെ വിധി വരുമ്പോൾ അദ്ദേഹം കുറ്റം ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, കുറ്റം ചെയ്തില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തെ വിട്ടേക്കട്ടെ. അദ്ദേഹത്തെ വിട്ടേക്ക്. ഈ കോടതി എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തീരുന്നില്ല എന്നുള്ളതും കൂടെ ഓർക്കണം. ഈ ഒരു തുടർ പ്രക്രിയയാണ്. ഇവിടെ അനീതി എന്ന് തോന്നുന്നവർക്ക് ഉയർന്ന തലങ്ങളിലേക്ക്, ഉയർന്ന കോടതികളിലേക്ക് നീതി തേടി പോകാവുന്നതേ ഉള്ളൂ താനും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.